ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും വളരെ പ്രധാനപ്പെട്ട തീയതികളാണ് വരാൻ പോകുന്നത്. പല കോഴ്സിലേക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതികളാണ് വരാൻ പോകുന്നത്. ഏപ്രിൽ 30 ഫുട്വെയർ ഡിസൈനിങ്ങിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BDS, MDS, BBA, MBA പ്രവേശനത്തിന് ലേറ്റ് ഫീസോടെ 30 വരെ അപേക്ഷിക്കാൻ സാധിക്കും. പൂനെ ഐസറിൽ MSc കെമിസ്ട്രിക്ക് 30 വരെ അപേക്ഷിക്കാൻ സാധിക്കും. കൂടാതെ +2 കാർക്ക് ഇന്റഗ്രേറ്റ് പ്രോഗ്രാം ഉണ്ട്. കൊൽക്കത്തയിലെ ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ ഓഫ് സയൻസിൽ ഇന്റഗ്രേറ്റഡ് ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, PhD പ്രോഗ്രാമുകൾക്ക് ഏപ്രിൽ 30 വരെ അപേക്ഷിക്കാൻ സാധിക്കും. കേരള സർവകലാശാല ടീച്ചിംഗ് ഡിപ്പാർട്ട്മെന്റുകളിലെ MA, MSc, MCom, MD, MTech പ്രവേശന പരീക്ഷയ്ക്ക് 30 വരെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. കേരള സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. തിരുവനന്തപുരം ഐസറിൽ PhD പ്രോഗ്രാമുകളിലേക്ക് മെയ് 1 വരെ രജിസ്റ്റർ ചെയ്യാം. ബയോളജി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് സ്കൂളുകളിൽ MSc ഇന്റഗ്രേറ്റഡ് PhD പ്രോഗ്രാമുകൾക്ക് മെയ് 5 വരെയും അപേക്ഷിക്കാൻ സാധിക്കും. IIT-കളിലേക്കുള്ള UG പ്രവേശന പരീക്ഷയായ JEE അഡ്വാൻസിന് മെയ് 2 വരെ അപേക്ഷിക്കാൻ സാധിക്കും. കൂടാതെ മാരിടൈം യൂണിവേഴ്സിറ്റിയിലേക്കുമുള്ള പ്രവേശന പരീക്ഷയ്ക്ക് മെയ് 2 വരെ രജിസ്റ്റർ ചെയ്യാം. വിവിധ യൂണിവേഴ്സിറ്റിയിലെ പ്രവേശന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതാത് യൂണിവേഴ്സിറ്റിയിലെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. കോഴിക്കോട് NITയിലും പ്രവേശന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ പ്രവേശനത്തിനുമുള്ള അവസാന തീയതി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവേശനത്തിനുള്ള പ്രക്രിയ ആരംഭിക്കേണ്ടതാണ്. വരും ദിവസങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്.